പെൺകുട്ടിക്ക് അവളുടെ അച്ഛനെ ഇഷ്ടമേ അല്ലായിരുന്നു. അവളുടെ അച്ഛന് സംസാരിക്കാനോ കേൾക്കാനോ ഒന്നും കഴിയില്ല. ഇവൾക്ക് അമ്മയുമില്ല. ഇവളുടെ അച്ഛനായിരുന്നു ഇവളെ വളർത്തിയത്. ഫ്രണ്ട്സിന്റെ അച്ഛന്മാരെ പോലെ അല്ല തന്റെ അച്ഛൻ എന്ന് പറഞ്ഞായിരുന്നു അവൾ അച്ഛനെ പരിഗണിക്കാത്തത്. അവൾ മാനസികമായിട്ട് കുറെ വിഷമത്തിലായിരുന്നു. സ്കൂളിൽ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അവൾ എല്ലാവരുമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു. ചെന്നപ്പോൾ അച്ഛനോട് സംസാരിക്കാൻ പോലും അവൾ കൂട്ടാക്കത്തില്ല. എപ്പോഴും അവഗണിക്കുമായിരുന്നു അവൾ. അവൾ ആഗ്രഹിച്ച ഒരു ജീവിതമല്ല അവൾക്ക് കിട്ടിയെന്ന് പറഞ്ഞ് എപ്പോഴും ഒരു വിഷാദഭാവമാണ് അവൾക്ക്. അവൾ എല്ലാ ദേഷ്യവും സ്കൂളിലായിരുന്നു തീർക്കുന്നത്. അവൾ എല്ലാ ഫ്രണ്ട്സുമായിട്ട് അടി ഉണ്ടാക്കുമായിരുന്നു. അവൾ അവളോട് തന്നെ അങ്ങ് ദേഷ്യം കാണിക്കുമായിരുന്നു. അവളെ തന്നെ അവൾ ഉപദ്രവിക്കുകയായിരുന്നു. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അച്ഛനത് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം ലേറ്റായി വന്നപ്പോൾ അച്ഛൻ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വലിയ അടിയായി. പിറ്റേ ദിവസം സ്കൂളിൽ പോയില്ല. അച്ഛൻ പതിവ് പോലെ തന്നെ ജോലിക്ക് പോയി. അച്ഛനും ഭയങ്കര ദേഷ്യത്തിലും വിഷമത്തിലും ഒക്കെ ആയിരുന്നു. എല്ലാ വിഷമങ്ങളും പിന്നെ ബോയ് ഫ്രണ്ടിനോടായിരുന്നു പറയുന്നത്. അവനിലായിരുന്നു അവൾ സമാധാനം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. പതിയെ അവൾ വിഷാദത്തിലേക്ക് പോവുകയായിരുന്നു. മുറിയിൽ തന്നെ ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി അവൾ ശ്രമിച്ചു. പിറ്റേ ദിവസം അവളുടെ പിറന്നാളായിരുന്നു. അച്ഛൻ സർപ്രൈസായിട്ട് അവൾക്ക് കേക്ക് ഒക്കെ വാങ്ങി അവളെ വിളിക്കുകയാണ്. പക്ഷെ അവൾ കതവ് തുറക്കുന്നില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ ബലമായി കതവ് തുറന്ന് നോക്കിയപ്പോൾ അവൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ആ പാവ അച്ഛൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അച്ഛൻ തകർന്നു പോയിരുന്നു. സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും പറ്റുന്ന പോലെ ഓരോ കാര്യങ്ങൾ ആ ഡോക്ടറോട് പറയുകയാണ് അച്ഛൻ മകളെ രക്ഷിക്കണമെന്ന്. അവളുടെ ബർത്ത്ഡേക്ക് കേക്ക് കൊടുത്തിട്ട് അവളോട് ഇന്നലെ വഴക്ക് പറഞ്ഞ് സോറി പറയണമെന്ന് കരുതിയിരിക്കുമായിരുന്നു അച്ഛൻ. മറ്റുള്ള അച്ഛന്മാരെ പോലെ അല്ലെങ്കിൽ നിന്നെ ഒരുപാട് എനിക്ക് ഇഷ്ടമാണെന്ന് പറയാനിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു അവൾ ഞരമ്പ് മുറിച്ചത്. നിസ്സഹായനായ അച്ഛൻ എങ്ങനെയൊക്കെയോ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് തുറന്നു പറയുമായിരുന്നു അദ്ദേഹം. അവളെ ICU കയറ്റി. ബോധാവസ്ഥയിലാണെങ്കിൽ പോലും പണ്ട് അച്ഛൻ അവളോടുള്ള സ്നേഹം, അവളുടെ കുട്ടിക്കാലം എല്ലാം അവൾ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ അവൾ കണ്ണു തുറന്നു. അപ്പോഴാണ് അടുത്ത് അവളുടെ അച്ഛൻ കിടന്നുറങ്ങുന്നത് കണ്ടത്. ചെയ്തതെല്ലാം തെറ്റായി പോയെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ ഒരുപാട് കരഞ്ഞു. അവളുടെ അച്ഛൻ അവളോടുള്ള സ്നേഹം അന്നാണ് അവൾ തിരിച്ചറിഞ്ഞത്. കുട്ടിക്കാലത്തെ പോലെ ആ അച്ഛൻ്റെ നല്ലൊരു മകളായി ജീവിക്കാൻ അവൾ തീരുമാനിച്ചു.